നമസ്കാരം. So we'll be doing modern Indian history. അതിൻ്റെ ടെസ്റ്റ് സീരീസിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും ഇന്ന് ചെയ്യുന്നത്. So before starting the exam, I just want to give you an instruction. അതായത് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ചെയ്യുന്ന സമയത്ത് try to underline the questions. Whenever you are reading the question, try to underline the questions. അതുകൊണ്ട് രണ്ട് യൂസ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തത്, സില്ലി മിസ്റ്റേക്സ് ഇല്ലേ, നോട്ട് കറക്റ്റ് ചോദിച്ചാൽ കറക്റ്റ് എഴുതുക, കറക്റ്റ് ചോദിച്ചാൽ നോട്ട് കറക്റ്റ് എഴുതുക, ആ സാധനം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Who among the following drafted the historical resolution on fundamental rights and economic program during the Karachi session of the Indian National Congress 1931? When we analyze this question, we can see that the key terms in this are fundamental rights and economic program. In 1931 ആ ഒരു ടൈമിലൊക്കെ സോഷ്യലിസ്റ്റിക് ടേൺ അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റിക് പെർസ്പെക്റ്റീവ് കൂടുതലായിരുന്നു കോൺഗ്രസിന്. സോ അങ്ങനെ വരുമ്പോഴത്തേനും ലെറ്റ്സ് സീ ഫ്രം ദ ഓപ്ഷൻസ് ദാറ്റ് ടു ഓൺലി അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ളവരുള്ളൂ. ബാക്കി രണ്ടുപേര് കുറച്ചും കൂടെ റൈറ്റിസ്റ്റ് ചിന്താഗതി ഉള്ളവരാണ്. ആരൊക്കെയാണ് അവര്? സർദാർ വല്ലഭായ് പട്ടേലും രാജേന്ദ്ര പ്രസാദും. ഓക്കെ, സോ അവരെ രണ്ടുപേരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ കംസ് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും. ഇഫ് യു നോ 1929 സെഷൻ, 1929 സെഷനിൽ ഹു വാസ് ദ പ്രസിഡന്റ്? ജവഹർലാൽ നെഹ്റു അല്ലേ? സോ അറ്റ് ദാറ്റ് ടൈം ഹി വാസ് അറ്റ് എ പ്രോമിനന്റ് പൊസിഷൻ ഇൻ കോൺഗ്രസ്. അതിൽ നിന്ന് നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കളഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റുവിനെ എടുക്കാം. ഓക്കെ, so the answer comes to option B. Now the next question. Consider the following statements regarding the Indian Councils Act of 1892. Okay, the provisions introduced an element of indirect election even though the use of the term election was avoided. It empowered the members of the Legislative Council to discuss the budget and move resolutions on public interest matters. Which of the following statements above is or are correct? Okay, so regarding this Government of India Act and Indian Councils Act, we know that there are three kinds. There is Charter Act, then there is Councils Act, then Government of India Act. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൗൺസിൽസ് ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? 1858 അല്ലെങ്കിൽ 1857 റിവോൾട്ട് കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റിൽ അല്ലെങ്കിൽ പോളിസി മേക്കിങ്ങിൽ കുറച്ചും കൂടെ ഇന്ത്യൻസിനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് 3 കൗൺസിൽസ് ആക്ടുകൾ. അതിൽ രണ്ടാമത്തെ ആക്ട് ആണ് 1892. സോ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൽ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആ ബഡ്ജറ്റിനെ കുറിച്ച് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരിക. ഈ റെസൊല്യൂഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് വിൽ ദാറ്റ് ബി മോർ പവർ ടു ദ പീപ്പിൾ ഓർ ലെസ് പവർ ടു ദ പീപ്പിൾ? റെപ്രസെന്റേറ്റീവ്സിന് റെസൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും അത് പീപ്പിൾസിന് മോർ പവർ ആണോ ലെസ് പവർ ആണോ? മോർ പവർ. സോ കൗൺസിൽസ് ആക്ട് 3 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ കൗൺസിൽ ആക്ട് ആണ് 1892. ബൈ ദാറ്റ് ടൈം ബജറ്റിനകത്ത് അങ്ങനെ റെസൊല്യൂഷൻ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പവേഴ്സ് പീപ്പിൾസിന് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ? ഇല്ല. സോ ബൈ ദാറ്റ് we can actually delete this option. Second option delete ചെയ്യാം. First option you have to in between I have to tell you something. ഈ ആക്ട്സുകൾ മൊത്തം പഠിക്കണം. ഓക്കെ, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് വിവരം വേണം. അതിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 1909, 1919 and 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ്. ഈ 3 എണ്ണത്തിന്, ഈ കൗൺസിൽ ആക്ട് 1909, 1919 and 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് 2 ഒഴിവാക്കാം. 1 ശരിയാണ്. If you know the act, you will understand that. Then the option comes to A. Okay. With reference to the freedom fighter Lala Lajpat Rai, consider the following statements. He presided over the special session of Indian National Congress held at Calcutta in 1920. He founded the Servants of the People's Society to enlist volunteers for national cause.
He succumbed to injuries sustained during a lathi charge while protesting against Rowlatt Act. How many of the statements given above is or are correct? Okay. UPSC have a habit of asking about this important persons. Important persons in the കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട് UPSCക്ക്. Actually, there was a question once regarding this guy. എന്താ പറയുന്ന ഒരു പാരഗ്രാഫ് മൊത്തം ഒരു പുള്ളിയെ കുറിച്ച് വരും. അതിനകത്ത് ഈ ആള് USC വെച്ചിട്ട് BR അംബേദ്കറെ കണ്ടിട്ടുണ്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അത് ലാലാ ലജ്പത് റായിയെ കുറിച്ച് തന്നെയായിരുന്നു. സോ ഇമ്പോർട്ടന്റ് പേഴ്സൺസിനെ കുറിച്ച് യു ഷുഡ് ഹാവ് എ നോട്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെന്ന്. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ, ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് കൽക്കട്ട ഇൻ 1920. 1920യുടെ ഇമ്പോർട്ടൻസ് എന്താ? 1920ൽ ഏത് മൂവ്മെന്റ് ആണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. സോ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് റെസൊല്യൂഷൻ ഡിസൈഡ് ചെയ്തതാണ് ഈ കൽക്കട്ട സെഷൻ. സോ വെൻ എവർ യു ആർ സ്റ്റഡിങ് സെഷൻസ്, എല്ലാ സെഷനും കാണാതെ പഠിക്കൽ നടക്കത്തില്ല. സോ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് നടന്നിട്ടുള്ള സെഷൻസ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. ഓക്കെ, സോ if you know that, if you study about this 1920 session, you will understand that he presided over the special session on Indian National Congress. And the president Lala Lajpat Rai ആയിരുന്നു. Second one, he founded the Servants of People Society. ഇത് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ, you have to know it. Next one, he succumbed to injuries sustained during Lathi charge while protesting against Rowlatt Act. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഏത് സമയത്താണ് ഈ ലാലാ ലജ്പത് റായ് മരിച്ചു പോയത്? സൈമൺ കമ്മീഷൻ ഗോ ബാക്ക്, ആ ഒരു പ്രൊട്ടസ്റ്റിലാണ് അത് ലാത്തി ചാർജിൽ ഇദ്ദേഹത്തിന് അടികൊണ്ട് ഇദ്ദേഹം മരിച്ചു പോകുന്നത്. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സിവിൽ സർവീസ് ആസ്പിറന്റിന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ ഫ്രം ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് വി ക്യാൻ ക്യാൻസൽ ദാറ്റ്. സോ ദ ആൻസർ കംസ് ടു only 2. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് ക്വസ്റ്റ്യൻ. Consider the following description of a 19th century personality. He was a scholar and a leading figure in the conservative reaction against the rapid social reforms of his time. While he staunchly opposed the government's intervention in religious customs, particularly the abolition of sati, he was not opposed to modernization in other spheres. He played a pivotal role in the establishment of Hindu college and was a strong advocate of Western education. He founded the Dharma Sabha to counter the influence of Brahmo Samaj. ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ് ഹാസ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആക്ച്വലി ലോജിക്കലി എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ധർമ്മസഭ കാണുമ്പോൾ തന്നെ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ഹു ഡൺ ദിസ്. ഓക്കെ, സോ എനിവേ വി ക്യാൻ ട്രൈ ടു ലോജിക്കലി എലിമിനേറ്റ് ഇറ്റ് ഇഫ് വി സേ ദാറ്റ് വി ഡോണ്ട് നോ എനിത്തിങ്. നമുക്കറിയുന്ന കീ ടേംസ് എന്തൊക്കെയാ? കൺസർവേറ്റീവ് റിയാക്ഷൻ ആണ്. സോ ഹീസ് എ കൺസർവേറ്റീവിസ്റ്റ്, റിഫോമിസ്റ്റ് അല്ല. പിന്നെ പുള്ളി അബോളിഷൻ ഓഫ് സതിക്ക് എതിരായിരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആരെയൊക്കെ ഒഴിവാക്കാം ഇതിനകത്ത്? കേശവ് ചന്ദ്ര സെന്നിനെ ഒഴിവാക്കാം, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ ഒഴിവാക്കാം. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ സംബന്ധിച്ച് ഹി വാസ് ആക്ച്വലി വാട്ട് യു സേ പ്രൊപ്പണന്റ് ഓഫ് വിഡോ റീമാരേജ്. അത്രയും റിഫോമിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിരുന്ന ആളാണ്. നെക്സ്റ്റ് വൺ, കേശവ് ചന്ദ്ര സെൻ. ഹി വാസ് എ മെമ്പർ ഓഫ് ബ്രഹ്മോ സമാജ്. ബ്രഹ്മോ സമാജ് തന്നെ അബോളിഷൻ ഓഫ് സതീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന. സോ അവരെ രണ്ടുപേരും കഴിച്ചു. പിന്നെ ദേവേന്ദ്രനാഥ ടാഗോറും രാധാകാന്ത് ദെബും ആണ് ഉള്ളത്. ദേവേന്ദ്രനാഥ ടാഗോർ ബ്രഹ്മോ സമാജിലെ മെമ്പർ ആയിരുന്നു. ലേറ്റർ സ്റ്റേജിൽ, അതായത് രാജാറാം മോഹൻ റായ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദേവേന്ദ്രനാഥ ടാഗോറും അതിനകത്ത് മെമ്പർ ആയിരുന്നു. സോ പുള്ളിയെ നമുക്ക് ഒഴിവാക്കാം. സോ ദ ഓപ്ഷൻ കംസ് ടു രാധാകാന്ത്. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. Consider the following statements. Statement 1. The Quit India movement of 1942 is characterized as a spontaneous revolution that largely operated without a central leadership. ഞാൻ ഇന്നലെ പഠിപ്പിച്ച സാധനമാണ് ഇത്. The Communist Party of India actively supported the movement and mobilized workers to participate in strikes against British administration. Which one of the following is correct in respect of the above statements? If you analyze, we know that Quit India movement ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു, റവല്യൂഷൻ ആയിരുന്നു. കാരണം എന്താ? ഫസ്റ്റ് ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ലീഡേഴ്സിനെ മൊത്തം വൺ സ്വീപ്പിൽ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. സോ ദിസ് ഈസ് കറക്റ്റ്. സെക്കൻഡ് വൺ, സ്റ്റേറ്റ്മെന്റ് 2, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വെദർ ദേ സപ്പോർട്ടഡ് ഓർ നോട്ട്.
സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഏത് ഭാഗത്തായിരുന്നു? ദേവർ അലൈൻഡ് വിത്ത് ബ്രിട്ടൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനെ അറ്റാക്ക് ചെയ്തപ്പോഴത്തേനും CPI backed out from Quit India movement and they were not supporting it. So this is wrong. So the option comes to statement 1 is correct, but statement 2 is incorrect. Okay. Gallant IAS, chasing your passion to ace.